ഹലോ ഗൈസ്. അപ്പോൾ ഇത് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ശിവനെ ക്ലാസ്സിലേക്ക് വിടണം. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് ഒന്ന് നോക്കും. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്. കുട്ടൂനെ എങ്ങനെയെങ്കിലും എണീപ്പിക്കാനുള്ള ശ്രമമാണ് കേട്ടോ. പക്ഷെ ഞാൻ ആ ശ്രമത്തിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. എൻ്റെ പൊന്നേ, നല്ല തണവുണ്ട് കേട്ടോ ഗൈസ്. നല്ല മഴയും. നേരെ ഇങ്ങോട്ട് വെളുത്ത് വരണുള്ളൂ. ശിവ ആണെങ്കിൽ ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ എന്ത് വേണം, അവളെ ചിലപ്പോൾ ഇന്ന് കൊണ്ടാക്കേണ്ടി വരും. ഈ വണ്ടി പോകുന്ന ടൈമിലേക്ക് എണീക്കില്ല, ചിലപ്പോൾ എണീക്കില്ലെന്നല്ല, റെഡി ആവില്ല. അത് കാരണം കൊണ്ട് കൊണ്ടാക്കേണ്ടി വരും. കുറച്ചധികം നേരം ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ. അല്ല, അവളെ നോർമലി വിളിക്കാറുള്ള ടൈമിൽ വിളിച്ചിട്ട് അവൾ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഉറക്കിയിട്ട് അങ്ങനെ വിടുള്ളൂ. അപ്പോൾ കൊണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. നല്ല മഴ. ഇനി മഴക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും മഴക്കാരുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മഴ തോളുന്നുണ്ടെങ്കിൽ തന്നെ മുറ്റത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് കിടന്ന് നടക്കൂട്ടാ. ശിവന് ഇന്ന് ഞങ്ങളാണ് കൊണ്ടാക്കണേ. അത് കാരണം കൊണ്ട് തന്നെ പെടഞ്ഞ് റെഡി ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി എന്തായാലും അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ഇതേ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ ഇതുണ്ടല്ലോ, എന്തിട്ടാണ് പറയുക, കടച്ചക്ക ഞാനിങ്ങനെ ഇതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇനി രാവിലേക്ക് ഒന്ന് ഉപ്പേരി വയ്ക്കല്ലേ വേണ്ടു. അപ്പോൾ കുട്ടൂന് ഇഷ്ടമായ കാരണം കൊണ്ട് തന്നെ 2 വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ഇപ്പോൾ 1 കറി വെച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലത്ത് കയ്യിൽ നഖം ഉണ്ടല്ലോ, അതിൽ തള്ളവരിൽ ചെറിയ പീസിൽ ഇങ്ങനെ നഖം പോകുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് നല്ലോണം അമർത്തി ഇങ്ങനെ അരിയണം. അപ്പോൾ എനിക്ക് അരിയാൻ പറ്റുന്നില്ല. പിന്നെ ഈ രാവിലെ അവനെ കൊണ്ട് ഒന്നെങ്കിൽ അരിയിപ്പിക്കാം എന്നാണ് വിചാരിക്കണത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാത്രിക്ക് എടുക്കാം. ഇന്ന് ഫുള്ള് പുറത്തായിരിക്കും. അപ്പം അത് കാരണം കൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, ഇത് ഞങ്ങൾ നാരങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് 2-3 ദിവസമായിരിക്കണം. കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ആയോ എന്നുള്ളത്. അപ്പോൾ ആയോ എന്നറിയില്ല. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കണം എന്നുണ്ട് എനിക്ക്. കണ്ടിട്ട് കൊതിയാവുക. പിന്നിലും മഴ തന്നെയാണ് കേട്ടോ. പിന്നിലത്തെ പുല്ലൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചത് നടന്നിട്ടില്ല. അതൊക്കെ വെട്ടണം. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതായത് തുളി ഇങ്ങനെ വന്നിട്ട് പെയ്യുന്നുണ്ട്. പിന്നെ മഴക്കാരും നിൽക്കുന്നുണ്ട്. അതുപോലെ നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ടൈം നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ടൈം തന്നെ നോക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു ഹെലികോപ്റ്റർ പോണ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ നോക്കി നിൽക്കണം. വരണ കാണാനില്ലേ, സൗണ്ട് മാത്രമല്ലോ. ശിവു, എന്താ സൗണ്ട്? എയ്റോപ്ലെയിൻ. ശിവനൊന്ന് ഞങ്ങൾ കൊണ്ടാക്കാണ് കേട്ടോ. ശിവു ഇന്നലെ നേരം വൈകിട്ടാണ് ഉറങ്ങിയത്. അപ്പം അത് കാരണം കൊണ്ട് വിചാരിച്ചൊന്ന് കൊണ്ടാക്കാം, കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അത് അങ്ങോട്ട് പോയി. മഴ പെയ്തു. ശിവ, ഇങ്ങോട്ട് വാ, കേറ് ഇങ്ങോട്ട്. നീ ഇങ്ങനെ ഓടാണെങ്കിൽ വീഴൂട്ടാ. അങ്ങനെ നമ്മൾ ശിവനെ ക്ലാസ്സിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോഴാണെങ്കിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശിവുവിന് ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കൊരു വാശിയില്ല കേട്ടോ. ആൾ സുഖമായിട്ട് ക്ലാസ്സിലിരുന്നിട്ട് അമ്മ എന്നോട് പറയും, അമ്മ പൊക്കോ, അച്ഛ പൊക്കോ. ഞാൻ ഇരുന്നുകൊണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ കിസൊക്കെ തന്നിട്ടാണ് ആൾ വിടാറ്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കിങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ വിഷമം പോലെ തോന്നും. അപ്പോൾ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഒരാളിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ വിഷമം പോലെ തോന്നും, എനിക്ക് സങ്കടമൊക്കെ വരും. അപ്പം ഞാൻ സാരില്ല, ഇനി 3 മണി 3:30 ആകുമ്പോഴേക്കും ഇപ്പം എന്തെങ്കിലും മേടിച്ച് സ്പെഷ്യലായിട്ടൊക്കെ മേടിച്ച് വെക്കേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പം അച്ഛന് വണ്ടി നോക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇന്ന് പോയി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ എടുക്കുമെന്നൊന്നും, അതായത് ഇന്ന് കൺഫേം ആക്കുമെന്നൊന്നും അറിയില്ല. അറിയില്ലാണ്. ഇപ്പോൾ പോയി നോക്കണത് കൺഫേം ആക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് ഒരെണ്ണം നോക്കിയിട്ട് വരണല്ലോ. ഇന്ന് ഇഷ്ടപ്പെട്ട തന്നെ എടുക്കും. അതാണ് അതിന്റെ ഒരു ഇത്. അല്ലാണ്ട് പിന്നത്തേക്ക് വെച്ച നടക്കലൊന്നുണ്ടാവില്ല. ആധാർ കാർഡും പാൻ കാർഡൊക്കെ എടുത്ത് പേയ്മെന്റ് അടക്കിയ വണ്ടി എടുക്കുക അല്ലേ? അതെ, അതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ
എല്ലാവരും ഉണ്ടാവും അതാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. ഇപ്പം ശിവുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വഴിയരികിൽ കാത്തു നിൽക്കാൻ പോവാണ്. നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഉണ്ട പോലത്തെ കൊതുകുകളാണ്. അപ്പോൾ നമ്മൾ ശിവനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഫോൺ തന്നെയാ ഇത് കണ്ടോ, ഒരു പാറ്റ വന്നത് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കണോ? മനസ്സിലായി. അങ്ങനെ അപ്പൊ എന്തായിരുന്നു ചെടി എന്തടങ്ങനെ ശോഷിക്കല്ല. ആണോ? പാലാണോ? എല്ലാവർക്കും പേടി. എനിക്കറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും. ഇതിപ്പോ വളർന്ന് പന്തലിച്ച് വീഴാറായി കഴിഞ്ഞാല് വിട്ടില്ലെന്ന് പറയോ? ഒരു 4:05 നമുക്ക് ഇറങ്ങാം. 4:04 പിന്നെ നമ്മള് കാറിലും കൂടെയാണ് നടന്നിട്ടുള്ള ടൈമില്ല. 4:04 ശരി 4 പിന്നെ എത്ര 3:04 വിചാരിച്ച ഞാൻ എന്തിനീ 2 ഓട്ട സമയം പറയണെന്ന് വിചാരിച്ചു. വെറുതെ ഗൈസ് വെറുതെ എടുക്കാൻ പോയിട്ടേ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എടുക്കാൻ പോയതാണോ? ഇന്നലെ എടുക്കാൻ പോയത് ഞായറാഴ്ച എടുക്കാൻ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ കുട്ടികൾ എല്ലാരും പൊക്കോട്ടെ. എല്ലാവർക്കുള്ള വഴി ഞാൻ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പൊക്കോട്ടെ. എല്ലാരും പോക്കോ. ട്യൂബ് ലൈറ്റിന്റെ കവർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അതിലുണ്ടാ ഇനി അറിയില്ലേ ഈ അച്ചാച്ചന്തരം ഇങ്ങനെ മറ്റേ ബോണറ്റ് മിക്ക നോക്കണ അയാളുടെ കണ്ണ് എന്തോ പ്രശ്നമുണ്ട്. പോടാ ഇങ്ങനെ 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 നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താലേ. ഇപ്പൊ മഴ ഇന്ന് കാലത്ത് ശിവനെ സ്കൂളിലാക്കി വന്ന വഴിക്ക് വണ്ടി പഞ്ചർ. അതെ ഇവിടുന്ന് അതിന്റെ വെറുതെ ഒന്ന് നോക്കാൻ തോന്നിയതാ. അതെ 4 ടയർ എടുത്തിട്ട് വല്ല അതും വെറും പഞ്ചറല്ല പൊളിഞ്ഞൊരുക്കണു. അപ്പൊ നമുക്ക് വരാനുള്ളതൊക്കെ വണ്ടി മിക്കാണ് വരുന്നേ. അതെ അയ്യോ അങ്ങനെ പൊളിഞ്ഞു പോയി. അപ്പൊ ആ ടയർ മാറ്റി. അയ്യോ ഇനി ഒതുക്കല്ലേ കേട്ടോ. ഇത് എന്തപ്പോ ഇത് ഒതുക്കി മതിലുമ്പോ ചേർന്നു. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ട് അനി ചെരുവിൽ. ലേഡീസ് ലേഡീസോ നമുക്കൊരു വിഷയം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആളുടെ അടുത്ത് പോയി സംസാരിക്കാം. നമുക്ക് ഒരാളല്ലോ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശിവന് ID കാർഡ് കിട്ടിയിട്ടാ. അടിപൊളിയുണ്ടല്ലേ ശിവ? ശിവ അക്ഷയ് LKG അഡ്മിഷൻ നമ്പർ അക്ഷയ് ഐസ് ആനടുത്ത ഹൗസ് 500 നാട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ പോയി കഴിഞ്ഞപ്പോ എന്തിനു ചെയ്യാം? ശിവ അടിപൊളി നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ ഉള്ളിലൂടെയുള്ള നമുക്ക് സുന്ദരി മീന് ശിവയില് മീനില്ല. ഇതിലാ മീന്. നടന്നങ്ങോട്ട് നടന്നേ. ചൂണക്കട്ടെ ശിവ അങ്ങനെ അച്ഛനമ്മയ്ക്ക് ID കാർഡ് ഒക്കെ കാണിച്ചു കൊടുത്തൊരു ഇതായിരുന്നു കണ്ടത് കേട്ടാ. അങ്ങനെ ഞങ്ങളത് വിജീനൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വണ്ടി നോക്കാൻ വന്നത്. അപ്പോൾ എടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. പക്ഷെ അവിടുത്തെ എന്താ പറയുക സെറ്റല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നോക്കിയപ്പോഴേക്കും ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവൻ്റെ സ്കൂൾ വണ്ടി വരുമ്പോൾ 4:15 ആവും കേട്ടോ. പിന്നെ വിജീനൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം കൊണ്ട് ലേറ്റ് ആയത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ജ്യൂസും ഒക്കെ കഴിച്ചു. ജ്യൂസ് ഞാൻ കുടിച്ചില്ല, ഷവർമയാണ് കഴിച്ചത്. ശിവാണ് ജ്യൂസ് കഴിച്ചത്. പിന്നെ അത് വീട്ടിൽ വന്നിട്ട് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഭയങ്കര പഠിപ്പിക്കലാണ് ശിവു ടീച്ചറായിട്ട്. അച്ഛനൊരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശിവന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ അവൾ പഠിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സെറ്റപ്പ് ചെയ്തതാണ്. അങ്ങനെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവളുടെ ടോയ്സ് തന്നെയാണ്. ചവിട്ടികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തരെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഡേയിലെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നലെ അച്ഛന് എന്താ പറയുക വണ്ടി നോക്കാൻ പോയി. പക്ഷേ സെറ്റായിട്ടില്ല കേട്ടോ.
അപ്പൊ എന്തായാലും നമ്മള് പിന്നെ നോക്കണം എന്തായാലും വേറെ നോക്കി വെക്കണം. ഇന്നലെ ഓൾറെഡി നമ്മള് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മള് ഒരു വെച്ചിരിക്കുന്നു. അപ്പൊ അതിനും പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മള് പിന്നെ വേറെ ഷോപ്പിലേക്ക് നോക്കുമ്പോഴേക്കും കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ അമ്പലത്തേക്ക് പോകണം കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അമ്പലം പോക്ക് തന്നെയാണ്. മിക്കവർക്കും വീഡിയോസ് കാണാൻ മനസ്സിലാവും. മനസ്സിനൊരു സമാധാനമുള്ള പോലെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. അമ്പലത്തിൽ പോക്കില്ല, പുറമേക്ക് വലിയ ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതായിരുന്നു. പക്ഷെ ഇപ്പോ എന്തോ നല്ലൊരു സുഖം തോന്നുന്നുണ്ട് മനസ്സിനും ശരീരത്തിനും ഒക്കെ. അല്ലേ കുട്ടോ? കുളിക്കാത്ത പോലെ എന്തായാലും നമ്മള് പോയോണ്ടിരിക്കാണ്. അമ്മേനെ എടുക്കണം. ശിവനോട് പറഞ്ഞേ, ശിവ നിന്നെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങള് അമ്പലത്തിൽ പോട്ടാന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കണേ, അപ്പൊ ഞാൻ സ്കൂൾ വിട്ട് വന്ന് തന്നെ ആരവിടെ എടുക്കുക അവളങ്ങനെ ചിന്തിക്കും. പറ്റില്ലേ നോക്കി വളയ്ക്കാൻ പറ്റില്ല. ഗൈസ് അങ്ങനെ നമ്മള് ഇവിടെ അമ്പലത്തിന്റെ അവിടെ എത്താറായിട്ടോ. ഇല്ലില്ല തിരക്കില്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ബസ്സൊന്നും അല്ല തിരക്കുണ്ട് തോന്നുന്നു. പാർക്കിങ്ങിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക്. അങ്ങനെ അമ്മേനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ അച്ഛനെയും കൊണ്ട് അമ്മേനെയും കൊണ്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോവാണ്. അപ്പോൾ വിജിയുടെ പ്രസവമൊക്കെ ആവാറായല്ലോ. എന്തായാലും താഴത്തെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വിജിക്ക് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ടെൻഷനിലാണ് അമ്മ. ഛർദ്ദിച്ചാനല്ല, അവൾ ഭയങ്കര ടയേർഡാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ചിറ്റില്ലിപ്പള്ളിയിലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലമാരയുടെ ഗോഡൗണിലേക്ക് പോവാണ്. എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല റേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോഡൗണിൻ്റെ കറക്റ്റ് വഴി തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പാണുള്ളത്, അത് അപ്പുറത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വീണ്ടും അപ്പുറത്തെ വഴിയിലെത്തി, വീണ്ടും ആ ഗോഡൗണിലെത്തിയിട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. ഉണ്ണി വരുമ്പോഴേക്കും ഒരുപാട് ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ദേ ഇപ്പോൾ കുട്ടി വീട്ടിലെത്തി ഭയങ്കര ടയർഡായിട്ട് കുറേ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നാണ് ഉദ്ദേശിച്ചത്. ഭയങ്കര ടയർഡായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു ശല്യം ചെയ്യണ്ടാവും, നല്ല ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലെത്തി. ഞാവൽപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. രാത്രി ഇത് ഞങ്ങൾ മൂവിക്ക് പോയി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഏകദേശം 12 മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തട്ടുന്ന നൂഡിൽസൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.